ഹായ് ഗൈസ്, എല്ലാവർക്കും നമ്മുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പറഞ്ഞു തരാൻ പോകുന്നത് കിച്ചൺ സിങ്ക് എങ്ങനെയാണ് നല്ലൊരു കിച്ചൺ സിങ്ക് സെലക്ട് ചെയ്യാം, അതുപോലെ തന്നെ എങ്ങനെയാണ് കിച്ചൺ സിങ്ക് ക്ലീൻ ചെയ്യുക എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്കിന്ന് പറഞ്ഞു തരാൻ പോകുന്നത്. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. സിങ്ക് എന്ന് വെച്ചാൽ സിംഗിളായിട്ട് വരുന്ന ഇതിന് സിംഗിൾ ബേസ് ആയിട്ട് വരുന്നുണ്ട്, അതുപോലെ തന്നെ സിംഗിൾ ബേസ് വിത്ത് ഡ്രൈ ബോർഡ് വരുന്നതുണ്ട്, അതുപോലെ തന്നെ ഡബിൾ സിങ്ക് വരുന്നുണ്ട്. അങ്ങനെ കുറേ ടൈപ്പിലുള്ള സിങ്കുകൾ നമുക്കിന്ന് അവൈലബിൾ ആണ്. നമ്മൾ സിങ്ക് സെലക്ട് ചെയ്യുമ്പോൾ ഏറ്റവും പെട്ടെന്ന് ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ മെറ്റീരിയലാണ്. മാർക്കറ്റിൽ പല ടൈപ്പിലുള്ള മെറ്റീരിയൽ നമുക്കിതിന് അവൈലബിൾ ആണ്. ക്വാളിറ്റി കുറഞ്ഞ ടൈപ്പുള്ള മെറ്റീരിയൽ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന സിങ്കും ഉണ്ട്, അതുപോലെ തന്നെ ക്വാളിറ്റി കൂടിയ മെറ്റീരിയലുള്ള സിങ്കും ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ സിങ്കിൻ്റെ തിക്നെസ് കൂടിയതും കുറഞ്ഞതും ഒക്കെ നമുക്കിന്ന് അവൈലബിൾ ആണ്. നമ്മൾ വീടുകളിലൊക്കെ അധികമായിട്ട് ഉപയോഗിക്കുന്നത് സ്റ്റൈലൻ സ്റ്റീൽ മെറ്റീരിയൽ ഉപയോഗിച്ചുള്ള സിങ്കാണ് അധികമായിട്ട് ഉപയോഗിക്കുന്നത്. സ്റ്റൈലൻ സ്റ്റീലിൻ്റെ സിങ്ക് തന്നെ 1000 രൂപ മുതൽ 20,000 രൂപ വരെ പല മോഡലിലും നമുക്കിന്ന് അവൈലബിൾ ആണ്. നമ്മൾ കിച്ചൺ സിങ്ക് സെലക്ട് ചെയ്യുമ്പോൾ നല്ല ഡീപ്പുള്ള കിച്ചൺ സിങ്ക് തന്നെ സെലക്ട് ചെയ്യാൻ മറക്കരുത്. കാരണം അതിൻ്റെ കുഴി കുറയുന്നതിനനുസരിച്ച് നമുക്ക് കഴുകുമ്പോൾ വെള്ളം ഒക്കെ പുറത്തേക്ക് തെറിക്കാനുള്ള ചാൻസൊക്കെ വളരെ കൂടുതലാണ്. അതുകൊണ്ട് എപ്പോഴും സെലക്ട് ചെയ്യുമ്പോൾ കുഴി കൂടുതലുള്ള സിങ്കാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. വലിയ ടൈപ്പ് സിങ്കായിരിക്കും വീട്ടിലൊക്കെ പാത്രം കഴുകാനും അതിനൊക്കെ അനുയോജ്യമായത്. ചെറിയ ടൈപ്പ് സിങ്കാകുമ്പോൾ നമുക്ക് അത് ഉപയോഗിക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും വീടുകളിൽ. നമ്മൾ ഈ വില കുറഞ്ഞ മെറ്റീരിയൽ ഉപയോഗിച്ചുള്ള സിങ്ക് വാങ്ങിക്കുമ്പോൾ അതിൻ്റെ ക്വാളിറ്റിയും വളരെ കുറവായിരിക്കും. നമ്മൾ കുറച്ച് ഉപയോഗിക്കുമ്പോൾ തന്നെ അതിൻ്റെ തിളക്കമൊക്കെ നഷ്ടപ്പെടും. അടുത്തായി നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത് കിച്ചൺ സിങ്കിൻ്റെ തിളക്കം എങ്ങനെ അതേപടി നിലനിർത്താമെന്നുള്ളതാണ്. ദിവസവും സോപ്പ് ഓയിൽ ഉപയോഗിച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും ലിക്വിഡ് ഉപയോഗിച്ചോ സിങ്ക് കഴുകി വെക്കുന്നത് എപ്പോഴും നല്ലതാണ്. അതുപോലെ തന്നെ കഴുകുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, സ്റ്റീൽ സ്ക്രബ്ബർ ഉപയോഗിച്ച് ഒരിക്കലും നമ്മൾ സിങ്ക് കഴുകാൻ പാടില്ല. അത് നമ്മൾ സിങ്കിന് സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ വരാനുള്ള ചാൻസൊക്കെ കൂടുതലാണ്. എപ്പോഴും കഴുകുമ്പോൾ സ്പോഞ്ച് ടൈപ്പുള്ള സ്ക്രബ്ബറൊക്കെ ഉപയോഗിച്ച് കഴുകുക. ഇതൊക്കെ ചെയ്തിട്ട് നിങ്ങൾ സിങ്കിന് തിളക്കം കുറവാണെങ്കിൽ ചെയ്യേണ്ട വേറൊരു കാര്യം കൂടിയുണ്ട്. വിനാഗിരിയും അതുപോലെ തന്നെ കാസ്റ്റിക് സോഡയും ഉപയോഗിച്ച് നമ്മൾ സിങ്ക് നല്ല കഴുകിയാൽ നല്ലൊരു തിളക്കം തന്നെ നിങ്ങൾക്ക് സിങ്കിന് കിട്ടും. അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക്. ആദ്യം തന്നെ നമ്മൾ സിങ്ക് നല്ല പോലെ ഡ്രൈ ആക്കി വെക്കുക. അതിനുശേഷം അതിലേക്ക് വിനാഗിരി ഒഴിച്ച് വെക്കുക. അതിനുശേഷം അതിലേക്ക് കാസ്റ്റിക് സോഡ ഇടുക. ഇനി ഒരു നല്ല സ്പോഞ്ച് സ്ക്രബ്ബർ എടുത്ത് ഇത് രണ്ടും കൂടി നല്ല മിക്സ് ചെയ്ത് നമ്മൾ സിങ്ക് നല്ല തുടച്ചെടുക്കുക. അതിന് ശേഷം ഒരു 20 മിനിറ്റ് വെച്ചതിന് ശേഷം സിങ്ക് നല്ല കഴുകുക. അപ്പോഴേക്കും നമ്മളെ മാറ്റം നമുക്ക് മനസ്സിലാവാൻ പറ്റും. ഇതേപോലെ ആഴ്ചയിലൊരിക്കൽ ചെയ്യുന്നത് എന്ന് നമുക്ക് നല്ലതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.